ചാനൽ കുക്കിംഗ് വിത്ത് ഡൗലൻ. ഇന്ന് നമുക്കൊരു ചീസ് സ്റ്റഫ്ഡ് മഷ്റൂം ബോൾസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ, കോൺഫ്ലവർ, സോൾട്ട്, പെപ്പർ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു മിക്സാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് നമുക്ക് മഷ്റൂംസും സവാളയും ക്യാപ്സിക്കവും കുറച്ച് ചീസും. മഷ്റൂംസ് ഞാൻ ഒരു അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ട് ക്ലീനാക്കി എടുത്തതാണ്. നല്ലപോലെ തുടച്ച് ഡ്രൈ ആയിട്ട് വേണം. ഇനി അതിലേക്ക് നമുക്ക് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ്. നമുക്ക് അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചീസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള ഫില്ലിംഗ് വെച്ച് മാത്രം നമുക്കിത് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മഷ്റൂംസും ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ മഷ്റൂംസും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് സെക്യൂർ ചെയ്യാം. ഇതേപോലെ രണ്ട് മഷ്റൂംസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തിയെടുത്താൽ മതി. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിങ്ങും ചീസൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബാറ്ററിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി വല്ല എക്സ്ട്രാ ബാറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പം നല്ല കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് അതിന് മേലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്കി ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് കോട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ എല്ലാ മഷ്റൂംസും നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ കോട്ടിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ നമ്മൾ ബാറ്റർ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ബ്രെഡ് കോട്ടിങ് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു മീഡിയം ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ ഒരു സൈഡ് ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂം ബോൾസ് ഒക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള മഷ്റൂം ബോൾസും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീസ് സ്റ്റഫ്ഡ് മഷ്റൂം ബോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്റ്റാർട്ടറോ സ്നാക്കൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റി ഡിഷാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ടേ. നല്ല ചീസൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചീസും മഷ്റൂംസും ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സോ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.